ശ്രീ ശ്യാംരാജ്, ഇഡിക്ക് പിന്നാലെ CBIയും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലേക്ക് വരുമ്പോൾ സർക്കാരും CPMും കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മന്ദഗതിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഉന്നതരിലേക്ക് എത്തണമെങ്കിൽ CBI തന്നെ വേണ്ടിവരും. അതുമാത്രമല്ല, അന്താരാഷ്ട്ര ബന്ധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെങ്കിലും CBIയുടെ അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏത് രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും സർക്കാരും CPMും ശ്രമിക്കുക? രോഹിണി, ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ SIT ഫോർമേഷനൊക്കെ തുടങ്ങിയ അന്വേഷണം തുടങ്ങിയ ആ സമയം മുതൽ BJP പറയുന്നതാണ് ഒന്ന്, ഈ ഒരു SITയെ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ CBI അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് BJP എന്താണോ തുടക്കത്തിൽ പറഞ്ഞത്, BJP എന്താണോ തുടക്കത്തിൽ ശങ്കിച്ചത്, അതേപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ദൗർഭാഗ്യവശാൽ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെല്ലപ്പോക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ 1-2 മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കലാണ്. ചർച്ചയുടെ ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നത് പോലെ ഒരു വേഗത പിന്നീട് കൃത്യമായി കുറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് പത്മകുമാറിനെ, മുൻ ദേവസ്വം പ്രസിഡന്റിനെയും CPMന്റെ സംസ്ഥാന സമിതി അംഗവും മുൻ MLA ഒക്കെ ആയിരുന്ന ശ്രീ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം വലിയ സ്രാവുകളിലേക്ക് പോകുന്നേയില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിൽ വമ്പന്മാരിലേക്ക് പോകാത്തത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ചോദിക്കേണ്ട അവസ്ഥ കൂടി വന്നു. അതിന് കാരണമെന്ന് പറയുന്നത്, ഇനി പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വമ്പന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി കുരുങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത ആളെന്ന് പറയുന്നത് മിക്കവാറും തന്നെ കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ പോലുള്ള ആളുകളായിരിക്കുമെന്നേ. അപ്പോൾ അതുകൊണ്ട് ആ ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സർവീസിലിരിക്കുന്ന ഈ ഏജൻസികൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ സതുദ്ദേശപരമായിട്ട് വളരെ നേരായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിടുകയും, പക്ഷേ അതിനെ പോലും അട്ടിമറിക്കുന്ന, അതായത് ഹൈക്കോടതിയുടെ അന്വേഷണത്തെ പോലും അട്ടിമറിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള വാർത്തകൾ അനുസരിച്ച് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത്, വല്ല പുരാവസ്തു വിഗ്രഹങ്ങളും മറ്റ് പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടും വരെ ഇതിന് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കബളിപ്പിച്ചത്, എത്ര ദയനീയമായിട്ടാണ് കേരളത്തെ ഹിന്ദു സമൂഹത്തോട് ഇവർ പെരുമാറിയിട്ടുള്ളത് എന്നുകൂടെ നമ്മളൊന്ന് ഈ സമയത്ത് മനസ്സിലാക്കുന്നതല്ലാണ്. നോക്കൂ, കാരണം ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ അവിടെ തീരുന്ന സ്വർണം കൊള്ള ചെയ്ത് ഇവർ തന്നെ നിയമിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ഇവർ തന്നെ നിയമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ തന്നെ സർക്കാരിന്റെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത് അങ്ങ് ചെന്നൈക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്നത് ഉരുക്കിയെടുത്ത് ഇപ്പോൾ നമ്മൾ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ഏജൻസികൾ കൂടി കൊടുത്തിരിക്കുകയാണ്. അതടക്കം ശബരിമലയിലെ ആ സ്വർണം മാത്രമല്ല, അതൊക്കെ അടക്കമുള്ള സ്വർണം. എന്നിട്ട് അതിനിടയ്ക്ക് ഇവരെന്താണ് കാണിച്ചത്? പാവപ്പെട്ട ഹിന്ദുക്കളെ, പാവപ്പെട്ട ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമത്തിൽ പോലും ഇവർ അഴിമതി കാണിച്ചു. അതിനുശേഷം ഒരു ഗാനം, ഒരു പാരഡി ഗാനം വന്നപ്പോഴത്തേക്ക് ഹിന്ദുവിന്റെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒരു വശത്ത് ഹിന്ദുവിനെ ഉപയോഗിച്ച്, അവന്റെ വികാരങ്ങളെ ഉപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അവന്റെ ക്ഷേത്രങ്ങളെ തച്ചു തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആധുനിക കാലത്തെ ഗോറിയും ഗസ്നിയും ഒക്കെയാണ് പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പറയുന്ന ആളുകൾ. അവർ സത്യത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കുകയല്ല ഒന്നല്ലേ മറ്റു തരത്തിൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിൽ ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചിട്ട് 5ഓളം വരുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഈ 5 പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ശബരിമലയിലെ അല്ലെങ്കിൽ ശബരിമലയ്ക്കോ പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ നടക്കം ഇത്തരത്തിലുള്ള കൊള്ള നടക്കുകയാണ്. ദൗർഭാഗ്യവശാൽ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ അവിടെ ഇരിക്കുന്ന നിലവിലുള്ള വിഗ്രഹങ്ങൾ പോലും അത് തുടക്കത്തിലെ ഉണ്ടായിരുന്നാണോ, യഥാർത്ഥ വിഗ്രഹങ്ങളാണോ എന്ന് ഏതെങ്കിലും ഭക്തർ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റുവരാൻ വേണ്ടി പറ്റുമോ? ആ രീതിയിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങളെ, ഹിന്ദു ക്ഷേത്രങ്ങളെ തച്ചു തകർക്കുകയും മറുവശത്ത് ഹിന്ദു വികാരങ്ങളെ ഉപയോഗിച്ച് വോട്ട് നേടുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ജനങ്ങളൊക്കെ ഈ മനസ്സിലാക്കിയുള്ള ഈ സമയത്ത് ഒരു
CBI അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമല്ലാതെ മറ്റൊന്നും ഒരു പരിഹാരമാവുകയില്ല. ഇത് തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞു തന്നെ ഇരിക്കുന്നതാണ്. കാരണം പത്മകുമാറിനടക്കം ഇപ്പോൾ എവിടെ വരെയാണ് ഈ വിഷയം വന്നു നിൽക്കുന്നത് നോക്കൂ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലായതിനു ശേഷം ഈ വിഷയത്തിൽ അറസ്റ്റ് നടന്നിട്ടേ ഇല്ലാന്ന്, ഇനി എന്താണ് സംഭവിക്കുക എന്ന് അറിയുകയില്ലാന്ന്. എവിടെ പോയി വിഗ്രഹങ്ങൾ? ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യവസായിയുടെ അദ്ദേഹത്തിൻ്റെ മൊഴി അനുസരിച്ചിട്ടാണെങ്കിൽ വളരെ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് പല ആളുകളും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതന്വേഷിക്കണമെങ്കിൽ കള്ളപ്പണത്തെ കുറിച്ചിട്ട്, വിഗ്രഹക്കടത്തിനെ കുറിച്ചിട്ട്, സ്വർണ്ണക്കടത്തിനെ കുറിച്ചിട്ട്, ഹവാല ഇടപാടുകളെ കുറിച്ചിട്ട്, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണ കൊള്ളയെ കുറിച്ചിട്ട് അന്വേഷിക്കണമെങ്കിൽ ഈ SIT കൊണ്ട് പറ്റില്ല. അവരുടെ കൊക്കിലൊതുങ്ങുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസികൾ വരിക തന്നെ വേണം. ആ കേന്ദ്ര ഏജൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വൻ സ്രാവുകളെ കൂടി ഈ അന്വേഷണ പരിധിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കൂ. നമുക്ക് സത്യം അറിയണം, നമുക്ക് യാഥാർത്ഥ്യം അറിയണം. ആരാണോ ശബരിമല അയ്യപ്പൻ്റെ ശബരിമല ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ സ്വത്തും പൊന്നും കട്ടെടുത്ത് കൊള്ള നടത്തിയത്, അവർ ശിക്ഷിക്കപ്പെടണം, അവർ ജയിലിനുള്ളിലാവണം. അങ്ങനെ ജയിലിനുള്ളിലാവണമെങ്കിൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഇത് നടപ്പാവുകയില്ല. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്, ഞാൻ അതോടെ പറഞ്ഞിട്ട് നിർത്താം. ഒന്ന്, ഈ പരിധിക്കൊരു പരിമിതിയുണ്ട്. അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള അത്ര വലിയ രീതിയിലോട്ട് വികാസം പ്രാപിച്ച ഈ കേസിന് കേരള പോലീസിലെ അല്ല ഉദ്യോഗസ്ഥർ അന്വേഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ പരിമിതിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഇവരെ സ്വാധീനിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ആളുകൾ സ്വാധീനിക്കുന്നത് കൂടിക്കൊണ്ട് ഈ SIT ഉദ്യോഗസ്ഥരെ കൊണ്ടിട്ട് ഇത് മാത്രമായിട്ട് അന്വേഷിച്ചിട്ട് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു കുറ്റമറ്റ രീതിയിൽ അന്വേഷിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ, ഒരു കാര്യം കൂടി പറയേണ്ടത് നിർത്താം, അതല്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പല സമയത്തും വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായ പോലെ തുടക്കത്തിലെ ആവേശം അവസാനം കെട്ടടങ്ങും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വത്താണ്, ഭക്തരുടെ സ്വത്താണ്, കേരളത്തിൻ്റെ സ്വത്താണ്. അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഈ പെരുങ്കള്ളന്മാർ, ഈ പത്മകുമാറിനെ പോലെയുള്ള ചെറിയ മീനുകളല്ല, വൻ സ്രാവുകൾ, കടകംപള്ളിയെയും പിണറായി വിജയനെയും പോലെയുമുള്ള വൻ സ്രാവുകൾക്കെതിരെയുള്ള അന്വേഷണം വരണം. അതിന് സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്ന, അന്വേഷണത്തിന്റെ പവറുള്ള ഉദ്യോഗസ്ഥർ തന്നെ വരണം. അതിന് SIT മാത്രം അന്വേഷിച്ചാൽ പോരാ എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ.